ആസിയ ബീബി റളിയല്ലാഹു അൻഹ ചിലപ്പോ പുണ്ണുണ്ടായാലേ, ഞാനൊക്കെ പുണ്ണുണ്ടായിണ്ടല്ലോ കുറച്ച് ദിവസം അങ്ങനെ മുണ്ടാണ്ടിരിക്കും, ആരോടും മുണ്ടൂല. കാരണം മുണ്ടാൻ കഴിയൂല. ചെറുപ്പത്തിൽ ദർസിലൊക്കെ പഠിക്കുന്ന സമയത്തെ നിങ്ങളെ കളക്കളകളോന്ന് വർത്താനം പറയുന്ന ആളാ. അങ്ങനെ പറയുന്നില്ല കേട്ടോ, അങ്ങനെ കളകളാറൊന്നുമില്ല, നല്ല കുട്ടിയില്ല, അങ്ങനെ കളകളാറൊന്നുമില്ല. എന്നാലും ഇടക്കൊക്കെ എന്ത് ചെയ്യും, കടകടകടകടാറും വർത്താനത്തിന് നമുക്ക് ആരും കുറവുണ്ടാവില്ല. അവ ഞാൻ മുണ്ടാണ്ടിരിക്കുമ്പോ കൂടുതലുള്ളവർക്കറിയാം സുഫന് പുണ്ണുണ്ടായിക്കണ, ഓന് പുണ്ണുണ്ട്, ഓന് പുണ്ണുണ്ട്. കാരണം പുണ്ണുണ്ടായ പെട്ടെന്ന് തിരിച്ചറിയും. നമുക്ക് മുണ്ടാൻ കഴിയില്ല, അനങ്ങാൻ കഴിയില്ല. നമുക്ക് അമ്മാതിരി വേദനയ്ക്കരം, ആ നിലക്കുള്ള വേദനയ്ക്കരം പുണ്ണുണ്ടായി കഴിഞ്ഞാല്. അള്ളാഹു കാക്കട്ടെ. ലക്ഷങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് നിങ്ങളെപ്പോലെ TV തുറന്നു വെച്ച്, മൊബൈൽ തുറന്നു വെച്ച്, ലാപ്ടോപ്പ് തുറന്നു വെച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് തലമറച്ച് തൗബയുടെ മജ്ലിസിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് പടച്ചവനോട് ദുആ ചെയ്യുമ്പോ എന്റെ അറിവിനിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ ഉണ്ടാകുമെന്നറിയാം. എങ്കിലും ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാവരും ഉണ്ടാവണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി. അല്ലാഹു ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം എത്തിപ്പെട്ടത് മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ ആക്രമിക്കാൻ വേണ്ടി ഫറോവ ആദ്യമായി രംഗക്കളത്ത് ഇറങ്ങി. ഫറോവ ആസിയ ബീവി റളിയല്ലാഹു അൻഹയോട് ദീനിൽ നിന്ന്, അവർ വിശ്വസിച്ച ദീനിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞു. പക്ഷേ ആസിയ ബീവി റളിയല്ലാഹു അൻഹ അനുസരിക്കാതെ ആസിയ ബീവി റളിയല്ലാഹു അൻഹ തന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് എന്ത് തന്നെ സംഭവിച്ചാലും അതിൽ നിന്ന് പിന്മാറൂല എന്നൊരു ഉറപ്പോടുകൂടെ ആസിയ ബീവി റളിയല്ലാഹു അൻഹ നിന്നപ്പോ ഫറോവയുടെ എല്ലാവരും ചാട്ടവാറ് കൊണ്ട് മാറി മാറി അടിച്ചു. അപ്പോഴൊന്നും കണ്ണു നിറയാതെ വേദന സഹിച്ച് കടിച്ച് പിടിച്ചു നിർത്തിയ ആസിയ ബീവി റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന ഫറോവയുടെ കൈകളെ കൊണ്ട് നേരിട്ട് അടി കിട്ടുമ്പോ തന്റെ ഭർത്താവാണല്ലോ, ഇത്രയും കാലം കൂടെ നടന്ന് വിശ്വസിച്ചവനാണല്ലോ എന്നെ വഞ്ചിക്കുന്നത് എന്ന ഒരു മനസ്സിന്റെ ഉള്ളിലേക്ക് വല്ലാത്ത ദുഃഖം, വല്ലാത്ത സങ്കടം